SK വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തെരണ്ടി വറുത്തരച്ചൊരു കറിയാണ്. കണക്കുന്ന അമ്മയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളിന്ന് തെരണ്ടിക്കറിയാണ് വെക്കുന്നത്. അത് 1/2 കിലോ തെരണ്ടി മേടിച്ച് ഒരു തെരണ്ടി കഷ്ണം മേടിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് കറി വെക്കുന്നത് വറുത്തരച്ചാണ്. മല്ലിയും മുളകും തേങ്ങ ചിരണ്ടിയത് 1 മുറി, കുരുമുളക്, വെളുത്തുള്ളി, കൊച്ചുള്ളി, പെരിഞ്ജീരകം, ഗ്രേം മസാലയൊന്നും വേണ്ട. അതൊക്കെ കൂടി ചേർത്താണ് വറുത്തരച്ച് വെക്കുന്നത്. അത് ആദ്യം ചെയ്യുന്നത് ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് പുളിയൊക്കെ ചേർത്ത് നമ്മളൊന്ന് പറ്റിക്കും. പറ്റിച്ചതിൻ്റെ ശേഷമാണ് നമ്മളിത് വറുത്തരച്ച് കറിയാക്കുന്നത്. ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത് ചേർത്താണ് നമ്മൾ അടുപ്പത്ത് വെക്കുന്നത്. അതിൻ്റെ ശേഷം പുളി ഇടും. ഇത് 2 കഷ്ണം പുളി നമ്മൾ കീറി വെള്ളത്തിലിട്ടുന്നതാണ്. കഴുകിയൊക്കെ അത് ഇതിലേക്ക് ഇടിയണം. ഇത്തിരി വെള്ളം കൂടെ ഒഴിക്കണം. ശരി, ഇനി ഇത് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് വറുത്തരച്ച് വെക്കാം. നമ്മൾ വെറുതെ പീരയൊക്കെ വറുക്കാൻ പോവുകയാണ് കേട്ടോ. ആദ്യം എണ്ണ ഇച്ചിരി ഒഴിച്ചില്ലെങ്കിലേ അടി പിടിക്കും. 1 മുറി തേങ്ങ ചിരണ്ടിയത് ഇട്ട്, കുരുമുളകും, കൊച്ചുള്ളി, വെളുത്തുള്ളി അത് ചേർത്ത്, പിന്നീട് നമ്മൾ പെരിഞ്ജീരകം, വേറുള്ള ഒരു മസാലക്കൂട്ടൊന്നും വേണ്ടേ, പെരിഞ്ജീരകം ഇതിൽ ചേർക്കാവുള്ളൂ. ഇത് മീനിലിപ്പെട്ടതായത് കൊണ്ടാണ് ഉപ്പും പുളിയൊക്കെ ഇട്ട് അടപ്പേ വെച്ചിരിക്കുന്നത്. ഒരു ചുമപ്പ് നിറം പീരൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഈ മല്ലിയും മുളകും കൂടെ ഇതിലേക്ക് ഇടുന്നത്. അതിൻ്റെ ശേഷം ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ ഇട്ടാൽ ഇത് നന്നായിട്ട് മൂത്തെടുക്കാൻ പറ്റുള്ളൂ. മല്ലിയും മുളകും എടുത്ത് വെച്ചിരുന്നത്. മല്ലിപ്പൊടി, മുളക് പൊടിയൊന്നും ചേർക്കണ്ട. ഇതാണ് പഴയ കാലത്തെ നാടൻ കറി. ഇത് ചൊറക് കറി വെക്കുന്നത് പോലെയാണ് നമ്മൾ ഈ തെരണ്ടിക്കറി വെക്കുന്നത്. അതിൻ്റെ കൂട്ട് തന്നെയൊക്കെയാണ്. ഈ വറുത്തത് മൂത്തിട്ടുണ്ട് നമ്മൾ ഇറക്കാൻ പോവുകയാണ്. തണുത്തിട്ട് നമുക്ക് കല്ലിൽ അരക്കാം. നമുക്ക് നോക്കട്ടെ ഇതൊന്ന്. ഏകദേശം തിളച്ചിട്ടുണ്ട്. നമ്മൾ ഈ മല്ലിയും മുളകും പീരയൊക്കെ വറുത്തത് നമ്മൾ കല്ലിൽ അരച്ച് വരുമ്പോൾ ഇത് ഒന്നുകൂടെ പറ്റിയിരിക്കും. അപ്പം നമുക്ക് ആ അരപ്പ് അതിലേക്ക് ചേർത്ത് കറി റെഡിയാക്കാം. നമ്മളിത് വറുത്തത് അരക്കാൻ പോവുകയാണ്. മല്ലിയും മുളകും പീരയൊക്കെ കൂടെ നമ്മൾ വറുത്തില്ലേ, അത് അരക്കാൻ പോവുകയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഈ തെരണ്ടി കഷ്ണം വറ്റിക്കാനുണ്ട്. അപ്പം നമുക്ക് വെള്ളമൊന്നും എടുക്കണ്ട. ഇങ്ങനെ എണ്ണക്കരച്ച്, എണ്ണയെന്ന് പറയും, വെള്ളം തൊടാതെ എണ്ണക്കരച്ച് വെച്ചിരിക്കുന്നതാണ്. അത് എടുത്തോ. ഏകദേശം നമ്മൾ വെച്ചിരുന്നത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം.
നമുക്ക് ഈ അരപ്പൊന്ന് തിളച്ച് പറ്റാൻ ലേശം വെള്ളം ഒഴിക്കണം. ലേശം വെള്ളമൊഴിച്ച് ഇതൊന്ന് വറ്റണം. ഇച്ചിരി കൊണ്ടാന്ന് നോക്കട്ടെ. ലേശം പുളി മുന്നിട്ടാണ്, അപ്പം ഇച്ചിരി ഉപ്പിടണം. നമ്മളിതേ കറി റെഡി ആയിട്ടുണ്ട്. അത് എടുക്കാൻ പോവുകയാണ് പാത്രത്തിൽ. തെരണ്ടിക്കറി റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് ചെയ്തത് ഒരു തെരണ്ടി കഷ്ണം കൊണ്ടുള്ള ഒരു കറിയാണ്. വറുത്തരച്ച് വെക്കുന്ന ഒരു കറിയാണ് ഞങ്ങൾ ഇണക്കിയത്. അത് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.